വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1, 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു: എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ജീവിതം പ്രസക്തമാകുമ്പോൾ അമേരിക്കയിൽ ഇതിനോടകം വളരെ ശ്രദ്ധേയമായി തീർന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജോസഫ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിന്റെ ജീവാത്മാവും പരമാത്മാവും ജോസഫ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു റേഡിയോ പ്രഭാഷകനും പ്രചോദനാത്മകമായ പല ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണ്. അദ്ദേഹത്തിന്റെ കൃതികളിൽ വളരെ പ്രചാരത്തിലിരിക്കുന്ന ചില കൃതികളാണ് ദി ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം, ടു ബി ബെറ്റർ, ഏറ്റവും വിശേഷമായത് വരാനിരിക്കുന്നേയുള്ളൂ, കൂടുതൽ നന്നാകാൻ എന്നു തുടങ്ങിയ കൃതികൾ. ഇത് അമേരിക്കയിലെ യുവജനങ്ങളിൽ വളരെ സ്വാധീനം ചെലുത്താൻ ഇടവരുന്ന ചില കൃതികളാണ്. ദി ക്യാരക്ടർ ദാറ്റ് കൗണ്ട്സ്, സ്വഭാവമാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന പേരിൽ ഒരു പരിപാടി ഈയിടെ റേഡിയോയിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഈ പരിപാടി അമേരിക്കയിലുടനീളം 50 ലക്ഷത്തിലേറെ യുവജനങ്ങൾ സജീവമായിട്ടുള്ള ശ്രോതാക്കളായിരുന്നു എന്നാണ് ലഭ്യമായ കണക്ക്. ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊരു അംഗീകാരം എന്ന നിലയിൽ 1995 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റേഗൻ ജോസഫ്സണിന് പ്രസിഡൻഷ്യൽ അവാർഡ് എന്ന രീതിയിൽ വലിയ ഒരു പാരിതോഷികം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയുണ്ടായി. ഈ ജോസഫ്സൺ പറയുകയാണ്: നാം എല്ലാവരും നമ്മുടെ തയ്യാറെടുപ്പ് ഒരു തരത്തിലും പരിഗണിക്കാതെ ഒരു ദിവസം നമുക്ക് ഒടുക്കത്തേതായിത്തീരും. അങ്ങനെ ആ ഒടുക്കത്തെ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉള്ളതൊക്കെ നാം അന്യരിലേക്ക് കൈമാറാൻ ഇടവരുന്നു. നമുക്ക് അന്നേ വരെ ഉണ്ടായിരുന്ന ഒന്നും നമുക്ക് പ്രസക്തമല്ല. നമ്മുടെ ജോലിയും നമ്മുടെ സ്ഥാനങ്ങളും പ്രശസ്തിയും ഒന്നും ആ ഒടുക്കത്തെ ദിവസത്തോടു കൂടെ നമുക്ക് പ്രസക്തമല്ല ജീവിതത്തിൽ. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എന്ത് സമ്പാദിച്ചു എന്നതിനേക്കാൾ എന്ത് ഉപേക്ഷിക്കാൻ ഇടവന്നു ജീവിതത്തിൽ എന്നുള്ളതാകും കൂടുതൽ പ്രസക്തി. നാം എന്ത് പഠിച്ചു എന്നതിനേക്കാൾ നാം എന്ത് പഠിപ്പിച്ചു എന്നുള്ളതായിരിക്കാം കൂടുതൽ പ്രസക്തി. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഉള്ള പഠനം എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിലൂടെ സമൂഹത്തെ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതായിരിക്കും കൂടുതൽ പ്രസക്തി. യഥാർത്ഥത്തിൽ നാം എന്ത് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാനിടവന്നു എന്നതിനേക്കാൾ നാം എന്ത് മറ്റുള്ളവർക്ക് നൽകി എന്നുള്ളതായിരിക്കും പ്രസക്തി. ഇങ്ങനെ ആ പ്രസക്തിയുടെ മാനങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങൾ വരുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്ത് നാം നമ്മുടെ സമൂഹത്തിന് വേണ്ടി നൽകി എന്നത്
നമ്മുടെ ജീവിതത്തെ പ്രസക്തമാക്കി തീർക്കുന്നതാണ്. ആ പ്രസക്തമായി തീരുന്നതിന്റെ അവസരമാണ് ആ ഒടുക്കത്തെ ദിവസം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അങ്ങനെ ജീവിതം പ്രസക്തമായിട്ട് തീരാൻ ഇടവന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കവി ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ ശ്രദ്ധ സവിശേഷമായിട്ട് പതിയാൻ അർഹമായിട്ട് തോന്നുന്നു. You leave us with a bliss of glory. Others are bound to say your story. ആ ഒടുക്കത്തെ ദിനം നമ്മുടെ ഒരുക്കമുണ്ടായാലും ഇല്ലെങ്കിലും നമ്മളെ തേടിയെത്തുന്ന ആ ഒടുക്കത്തെ ദിനം നമ്മളെ പിടികൂടി കഴിഞ്ഞാൽ അതുവരെ നമ്മുടെ ജീവിതം പ്രസക്തമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഈ കവി പറയുന്നത്. You leave us with a bliss of glory. Others are bound to say your story. താങ്കൾ മഹത്വത്തിന്റെ പരിവേഷങ്ങള് ഞങ്ങൾക്കായി വിട്ടുകൊണ്ട് മഹത്വത്തിൻ്റെതായിട്ടുള്ള പ്രകാശം ചുറ്റുപാടിലും പരത്തിക്കൊണ്ട് ഞങ്ങളെ വിട്ടുപോകുന്ന ഈ അവസരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കളെപ്പറ്റി മധുരമായിട്ടുള്ള ഓർമ്മകൾ അയവിറക്കുന്നതിനും ജീവസുദ്ധ കഥകൾ പറയുന്നതിനും ഞങ്ങൾ നിർബന്ധിതരാകുന്നു. ഇതാണ് പ്രസക്തമായ ഒരു ജീവിതത്തെ സംബന്ധിച്ച് ശ്രദ്ധേയമായിട്ടുള്ളൊരു കവിയുടെ ഭാവന. ഞാൻ ഇത് ഇന്നേ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കാരണം ജീവിതം പ്രസക്തമായിട്ട് ജീവിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ആ ശ്രമം 100% ജീവിതത്തിൽ വിജയിപ്പിക്കുകയും ചെയ്ത അതുല്യമായിട്ടുള്ള വ്യക്തിത്വമുള്ള ഒരു വനിത, ആ വനിതയുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രസക്തമായിട്ടുള്ള ചില ചിന്തകളാണ് ഇന്നത്തെ സുവിശേഷം ആയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമറിയം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രസക്തമായ ജീവിതം എങ്ങനെയാണ് തനിക്ക് ജീവിക്കാൻ ഇടവന്നത്, ആ ജീവിക്കാൻ ഇടവന്നതിന്റെ മധുര സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ആ അമ്മ സങ്കീർത്തനം മാതിരി ആലപിക്കുകയാണ്. ദൈവത്തിന്റെ സഹായത്താൽ എനിക്ക് അത് ചെയ്യാൻ സാധിച്ചു, ഇത് ഇത്രയും ചെയ്യാൻ സാധിച്ചു എന്നല്ല പരിശുദ്ധ കന്യാമറിയം പറയുന്നത്. ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ അത് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഇവിടെ മറിയം വ്യക്തമാക്കുകയാണ്, ദൈവം തന്നെ പ്രവർത്തിക്കാൻ ഇടവരാൻ തക്ക നിലയ്ക്ക് ഞാൻ ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തു. ആ വിട്ടുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കാൻ ഇടവരുന്നു. അതുകൊണ്ട് ദൈവം ധനികരെ വെറും കൈയായിട്ട് വിട്ടയച്ചു, ഉന്നതരെ താഴ്മയിലേക്ക് മാറ്റി, വിനീതരെ ഉയർത്തി, ദരിദ്രരെ സമ്പന്നരാക്കി. ഇതൊക്കെ ദൈവം പ്രവർത്തിക്കുന്ന രീതിയിലാണ് പരിശുദ്ധ കന്യാമറിയം നോക്കിക്കാണുന്നത്. ഇത് പ്രസക്തമായി ജീവിക്കാൻ ഇടവന്ന ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകളാണ്. ഇത് മറിയത്തിന്റെ തനതായിട്ടുള്ളൊരു ആത്മീയ ദർശനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം 2009 നമുക്കായിട്ട് നൽകപ്പെട്ടിരുന്നത് പ്രസക്തമായൊരു ജീവിതം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ച ആ ഒരു വർഷം 2009 നമ്മുടെ ഭാഗത്തുനിന്ന് പ്രസക്തമായിട്ട് ജീവിക്കാൻ ഇടവന്ന പല സാഹചര്യങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദിയുടേതായിട്ടുള്ള ചിന്തകള് പരിശുദ്ധ കന്യാമറിയത്തിനോട് കൂടെ ചേർന്നുകൊണ്ട് പറയുന്നതോടൊപ്പം നാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന നന്മകള്, ആ നന്മകൾ വിരിച്ചെടുക്കുന്നതിന് പകരം അത് തിന്മകൾ ജനിപ്പിക്കാൻ നമ്മുടെ ജീവിതം ഇടവന്നിട്ടുണ്ടെങ്കിൽ, പ്രസക്തിയില്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ മാപ്പ് ചോദിക്കാനും മനസ്തപിച്ചുകൊണ്ട് അത് തിരുത്താനും തയ്യാറാകേണ്ട ഒരവസരമായിട്ട് വേണം നമുക്ക് ഇന്നത്തെ ദിവസം കരുതാൻ. ദൈവം കാരുണ്യപൂർവ്വം നമുക്ക് പ്രസക്തമായി ജീവിക്കാൻ 2010 എന്ന ഒരു വർഷം നമുക്ക് നൽകാൻ ഇടയാകുന്നുണ്ടെങ്കിൽ, അതിന് നമുക്ക് ജീവിക്കാൻ യോഗമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ പ്രസക്തമായി തീരാൻ ഇടവരത്തക്ക വിധത്തില് ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മുടെ സമയം വിനിയോഗിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.